നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 100 ഡേയ്സ് നമ്മുടെ ചലഞ്ചാണ്, ഡേ 3 ആണ്. ഞാൻ എന്താ രാവിലെ പഠിക്കാനിരുന്നു. നമ്മുടെ SCERT വേൾഡ് ഹിസ്റ്ററിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ SCERT ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. അത് പഠിക്കുമായിരുന്നു, അത് എഴുതി, അതിൻ്റെ നോട്ട്സ് എഴുതി, പഠിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്ത കിട്ടി കേട്ടോ. തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയർസ് നോക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിലത്തെ പേജിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്തവണത്തെ നല്ലൊരു സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പഠിക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷേ കറണ്ട് അഫെയർസ് ഞാൻ നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അതിനകത്ത് സപ്ലിമെൻ്റ് ഉണ്ടല്ലോ, അതിനകത്ത് മൂർത്തി ദേവി പുരസ്കാരം, അതുപോലെ ജ്ഞാനപീഠ പുരസ്കാരം, ഇതൊക്കെയുണ്ട്. ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അത് പഠിച്ചില്ല, കുറച്ചൊക്കെ നോക്കി. പിന്നെ ഫുഡ് കൊച്ചിന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേൾഡ് ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് വേറെ വീഡിയോസൊന്നും കാണാതെ വേൾഡ് ഹിസ്റ്ററി പറ്റി ഒരു ആനിമേഷൻ വീഡിയോ ആണ് കണ്ടത്. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കുഞ്ഞിനൊരു സ്നാക്കൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ പഠിച്ചത് PSC ബുള്ളറ്റിനാണ്. PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫെയർസ് നോക്കി. അപ്പോൾ രാവിലത്തെ സെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് ഞാൻ കറണ്ട് അഫെയർസാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞുറങ്ങിക്കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടും, ഒരു 2 hours കിട്ടും. അപ്പോൾ ആ സമയത്ത് ബാക്കി SCERT എഴുതാനുള്ളതാണ് എഴുതിയത്. അപ്പം വേൾഡ് ഹിസ്റ്ററിയുടെ SCERTയുടെ കുറച്ച് പാഠങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എന്നറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ അതിനെപ്പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഒരു വലിയൊരു പാഠം ഉണ്ടായിരുന്നു, 20-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതെഴുതി. അപ്പം ഇതാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുടെ പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പം യൂറോപ്പ് പരിവർത്തന പാതയിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം, പിന്നെ ഓൾഡ് SCERTയിലെ ലോകയുദ്ധവും തുടർച്ചയും, പിന്നെ 2ാം ലോക മഹായുദ്ധം, സാമ്രാജ്യ തകർച്ച, വിവേചനത്തിനെതിരെ അന്തർദേശീയ സംഘടനകൾ, ഫ്രഞ്ച് റവല്യൂഷൻ, ഇത് NCERTയുടെ പോർഷനാണ്. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് SCERT. ഇപ്പോൾ നമ്മൾ PYQ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും SCERTയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത്. SCERTയിൽ നിന്ന് മാത്രമാണ് ചോദിക്കുന്നത്, പുറത്തുനിന്നുള്ള ജസ്റ്റ് CA ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പം SCERT തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ ലഞ്ച് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഒരു ഫിഷ് ഫ്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് കരിമീൻ കിട്ടി. നമ്മുടെ ഒരു അനിമീനൊക്കെ ഉള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ കരിമീൻ കിട്ടി. അപ്പോൾ അവൾക്ക് ഫിഷ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ മീൻ വറുത്തു, അവൾക്ക് ഫുഡ് കൊടുത്തു. അവൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് വെച്ച് ക്ലാസ് കേൾക്കാം, അല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. കുറേ നേരം എടുത്ത് അവൾ കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എഴുതിയ SCERT നോട്ട്സാണിത് കേട്ടോ. അപ്പം ലോകയുദ്ധവും തുടർച്ചയും ആ പാഠം എഴുതി. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അതെഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പാഠങ്ങളെല്ലാം എഴുതി കേട്ടോ. ഇനി എഴുതാനുണ്ടായിരുന്നു. പിന്നെ മലയാളമാണ് പഠിച്ചത് കേട്ടോ. മലയാളത്തിൻ്റെ എൻ്റെ ഫയലാണിത്. ഇതിനകത്ത് ഡെയിലി ഞാൻ പറഞ്ഞായിരുന്നു, ഡിഗ്രി പ്രിലിംസിന് വൊക്കാബുലറി, മാത്സ്, അതുപോലെ ഇംഗ്ലീഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൊക്കാബുലറി ഞാൻ പഠിക്കുന്നത് ടെലഗ്രാമിൽ നിന്നാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ഏത് ചാനൽസൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു സെഷൻ വെക്കാം. ടെലഗ്രാമിൽ ഏതൊക്കെ ചാനൽസാണ് യൂസ് ചെയ്യുന്നത്, നല്ലതാണ് കേട്ടോ ടെലഗ്രാമിൽ ചാനൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ അവളെ പഠിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പം ഒരു മദറിൻ്റെ റിയാലിറ്റി ഇതാണ് കേട്ടോ. പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയാണ് റിയാലിറ്റി. അപ്പം നമുക്ക് ചെയ്യാനൊന്നുമില്ല, നമുക്ക് പോയ സമയം തിരിച്ച് കിട്ടത്തില്ല. അപ്പം ഉള്ള സമയം, നമുക്കിപ്പോൾ എന്തൊക്കെ സമയമുണ്ടോ ആ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അവൾ അടുത്തിരുത്തി പഠിക്കുവാണെങ്കിൽ അടുത്തിരുത്തി പഠിക്കുക. പിന്നെ ഞാൻ ഇംഗ്ലീഷാണ് കേട്ടോ നോക്കിയത്. ഇംഗ്ലീഷ് ഞാൻ സൈഡിൽ കാണിച്ചിരിക്കുന്നത് ടെലഗ്രാമാണ്. ടെലഗ്രാമിൽ ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, മിക്കവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പോൾസ് വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകാം. പിന്നെ ഈവനിങ് അവൾക്ക് കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ അത് എഴുതി വെച്ചത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോശ ഉണ്ടാക്കുന്ന സമയത്ത് എഴുതി വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാത്രിയിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി. എനിക്ക് മാത്സും PKയുടെ ക്ലാസ്സും കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വേൾഡ് ഹിസ്റ്ററി കുറേയൊക്കെ കവർ ചെയ്തു. എന്നാലും കുറച്ചുകൂടെ വേൾഡ് ഹിസ്റ്ററി എനിക്ക് തൃപ്തി വരുന്ന രീതിയിൽ പഠിച്ച് തീർന്നിട്ടില്ല കേട്ടോ. വേൾഡ് ഹിസ്റ്ററി കുറച്ചുകൂടെ നോക്കണം, കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, നമുക്ക് ലിസ്റ്റിൽ കയറിയേ പറ്റൂ. സോ ചിലപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നും കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ ഹോപ്പാണ്. സോ അത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.